ഇത് തേങ്ങാച്ചോറാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തുള്ള ഈ തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ചൂടായ ഈ പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് മൊരിയിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബദാം ആവശ്യമുള്ളവർക്ക് ബദാം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പംകിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2-3 പട്ട ഗ്രാമ്പു ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാളയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴന്ന് വന്നാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഈ 2 കപ്പ് കൈമ റൈസ് 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തത്. ഒരു ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിന് മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സ് വെച്ച് കൊടുക്കാം. തേങ്ങാച്ചോറ് പലതരത്തിലുണ്ടാക്കാം. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.